നമസ്കാരം. എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഒരു കല്യാണം ആലോചിക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇവിടെ ഓപ്ഷൻസ് കുറവാണ്. ആര് പറഞ്ഞു? ചേട്ടന് മോൾക്ക് ഏത് തരത്തിലുള്ള ചെക്കനെ വേണ്ടത്? സ്വദേശം, വിദേശം, ഓസ്ട്രേലിയ, UK, കാനഡ, ന്യൂസിലൻഡ്, അയർലൻഡ്, സ്കോട്ട്ലൻഡ്, ഇറ്റലി, ജർമ്മനി, മലേഷ്യ, മാൾട്ട, സിംഗപ്പൂർ, മിഡിൽ ഈസ്റ്റ്. അങ്ങനെ അവരുടെ സേവനങ്ങൾ ഇല്ലാത്ത സ്ഥലങ്ങൾ വളരെ കുറവ്. പിന്നെ എങ്ങനെ ഓപ്ഷൻസ് കുറയാനാ? കൊള്ളാലോ. എന്തൊക്കെയായാലും എനിക്ക് കുറച്ച് എക്സ്പെക്ടേഷൻസ് ഒക്കെ ഉണ്ട്. മോള് പറ. നല്ല സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ടാവും. എന്റെ ഫ്രീഡം റെസ്പെക്ട് ചെയ്യണം. എല്ലാത്തിനോട് പൊരുത്തപ്പെടുന്ന ഒരാളെ. മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി എന്നെ ഡോമിനേറ്റ് ചെയ്യാൻ പാടില്ല. ഓഷ്യാനിയ മാട്രിമോണി ഉണ്ടോ? പിന്നെ വേറെ ഒന്നും വേണ്ട. അപ്പൊ തോമസ് കല്യാണത്തിന് വിളിക്കാം. ഓഷ്യാനിയ മാട്രിമോണി, കണക്ടിംഗ് ഹാർട്ട്സ്, ക്രിയേറ്റിംഗ് ഫോറെവർ. ഓസ്ട്രേലിയയിലെ റീറ്റെയിൽ, ഫാസ്റ്റ് ഫുഡ്, ഫാർമസി മേഖലകളിൽ ജോലി ചെയ്യുന്ന 18 മുതൽ 20 വയസ്സുവരെയുള്ള യുവ തൊഴിലാളികൾക്ക് ചരിത്രപരമായ ശമ്പള വർധനവിന് വഴി തെളിയുന്നു. പ്രായപൂർത്തിയായ വിഭാഗത്തിന് നൽകി വന്നിരുന്ന ജൂനിയർ പേ റേറ്റ്സ് നിർത്തലാക്കുവാൻ ഫെയർ വർക്ക് കമ്മീഷൻ തീരുമാനിച്ചു. 1970കളിൽ സ്ത്രീകൾക്ക് തുല്യവേതനം നടപ്പിലാക്കിയതിന് സമാനമായ വിപ്ലവകരമായ നീക്കമാണിതെന്ന് കമ്മീഷൻ വിശേഷിപ്പിച്ചു. ഒരേ ജോലി ചെയ്യുന്നവർക്ക് പ്രായത്തിന്റെ പേരിൽ കുറഞ്ഞ ശമ്പളം നൽകുന്നത് നീതീകരിക്കാനാവില്ലെന്ന് 80ഓളം സാക്ഷികളെ കേട്ട കമ്മീഷൻ വ്യക്തമാക്കി. ഈ വർഷം ഡിസംബർ മുതൽ ഘട്ടം ഘട്ടമായി നടപ്പിലാക്കുന്ന ഈ പരിഷ്കാരം വഴി ആയിരക്കണക്കിന് യുവാക്കൾക്ക് മുതിർന്ന ജീവനക്കാർക്ക് തുല്യമായ വേതനം ലഭിച്ചു തുടങ്ങും. അതേസമയം പഠനത്തോടൊപ്പം ജോലി ചെയ്യുന്ന 18 വയസ്സിൽ താഴെയുള്ളവർക്ക് നിലവിലുള്ള ജൂനിയർ നിരക്കുകൾ തുടരുന്നതാണ്. ഇതോടെ യുവാക്കളെ കുറഞ്ഞ ശമ്പളത്തിൽ നിയമിച്ചിരുന്ന കമ്പനികൾക്ക് കൂടുതൽ തുക ശമ്പളമായി നൽകേണ്ടി വരും. കടകളിലും സ്ഥാപനങ്ങളിലും കാർഡ് ഉപയോഗിച്ച് പണം നൽകുന്നവർക്ക് മേൽ ചുമത്തിയിരുന്ന സർചാർജുകൾ നിർത്തലാക്കുവാൻ സർക്കാർ ഒരുങ്ങുന്നു. നിലവിൽ ഡെബിറ്റ് കാർഡുകളോ ക്രെഡിറ്റ് കാർഡുകളോ ഉപയോഗിച്ച് സാധനങ്ങൾ വാങ്ങുമ്പോൾ ഈടാക്കുന്ന ഈ അധിക തുക ജനങ്ങൾക്ക് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടാക്കുന്നുവെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് പുതിയ പരിഷ്കാരം. 2026 ഒക്ടോബർ മുതൽ പുതിയ നിയമങ്ങൾ നിലവിൽ വരുമെന്നാണ് റിസർവ് ബാങ്ക് അറിയിച്ചിരിക്കുന്നത്. ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള ചെറിയ ഇടപാടുകൾക്ക് ഈടാക്കുന്ന സർചാർജ് പൂർണ്ണമായും ഒഴിവാക്കുവാനാണ് പ്രാഥമിക നീക്കം. കൂടാതെ ടാപ്പ് ആൻഡ് ഗോ സംവിധാനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ബാങ്കുകൾ ഈടാക്കുന്ന ഫീസുകൾ കുറയ്ക്കുവാനും നിർദ്ദേശമുണ്ട്. ഉപഭോക്താക്കൾക്ക് മാത്രമല്ല ചെറുകിട വ്യാപാരികൾക്കും കുറഞ്ഞ ചെലവിൽ പണമിടപാടുകൾ നടത്തുവാൻ സാധിക്കുന്ന രീതിയിലായിരിക്കും പുതിയ പരിഷ്കാരങ്ങൾ. വിദേശ രാജ്യങ്ങളിൽ പണമിടപാടുകൾ പൂർണ്ണമായും ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറുന്ന സാഹചര്യത്തിൽ ഓസ്ട്രേലിയൻ വിപണിയിലും വലിയ മാറ്റങ്ങൾ ഈ തീരുമാനം വഴി ഉണ്ടാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇന്ത്യൻ സമൂഹത്തിന് അഭിമാനമായി മെൽബണിൽ സ്വന്തമായ ഒരു ലിറ്റിൽ ഇന്ത്യ സാംസ്കാരിക കേന്ദ്രം വരുന്നു. മെൽബണിലെ ഡോക്ലാൻഡ്സ് കേന്ദ്രീകരിച്ചാണ് പുതിയ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിനായി സിറ്റി ഓഫ് മെൽബൺ $1.2 ദശലക്ഷം അനുവദിച്ചു. മെൽബണിലെ ചൈന ടൌൺ, കൊറിയ ടൌൺ എന്നിവയ്ക്ക് സമാനമായി ഇന്ത്യൻ സംസ്കാരവും ഭക്ഷണ രീതികളും കലകളും പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാകും ഈ കേന്ദ്രം ഒരുങ്ങുക. ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ള നഗരമെന്ന നിലയിൽ മെൽബണിന്റെ സാംസ്കാരിക വൈവിധ്യം ഉയർത്തിക്കാട്ടുവാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. ഇന്ത്യൻ ഉടമസ്ഥതയിലുള്ള ബിസിനസ്സുകൾക്ക് ഒരു സ്ഥിരം കേന്ദ്രം ഒരുക്കുക, വിനോദസഞ്ചാര സാധ്യതകൾ വർദ്ധിപ്പിക്കുക എന്നതും പദ്ധതിയുടെ ലക്ഷ്യമാണ്. ലിറ്റിൽ ഇന്ത്യയ്ക്ക് പുറമെ മെൽബണിലെ വിവിധ തെരുവുകളിൽ ലൈറ്റ് അപ്പ് മെൽബണിന്റെ ഭാഗമായി ലൈറ്റുകൾ സ്ഥാപിക്കുവാനായി $2 ദശലക്ഷം കൌൺസിൽ നീക്കിവച്ചിട്ടുണ്ട്. ക്വീൻസ്ലാൻഡിൽ രൂക്ഷമായ ഇന്ധനക്ഷാമം തുടരുന്നതിനിടെ പൊതുഗതാഗത സംവിധാനത്തിൽ വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു. റെയിൽവേ ശൃംഖലയുടെ ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി ഏപ്രിൽ 3 മുതൽ ഏപ്രിൽ 26 വരെ പ്രധാന പാതകളിൽ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെടും. ക്രോസ് റിവർ റെയിൽ ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾക്കായാണ് ഈ നിയന്ത്രണം. ഗോൾഡ് കോസ്റ്റ്, ബെയിൻലി, സൺഷൈൻ കോസ്റ്റ് തുടങ്ങി പ്രധാന ലൈനുകളിലെല്ലാം ട്രെയിനുകൾക്ക് പകരം ബസ് സർവീസുകൾ ഏർപ്പെടുത്തും. രാജ്യത്ത് ഇന്ധനവില കുതിച്ചുയരുകയും 100ലധികം പെട്രോൾ പമ്പുകൾ അടച്ചുപൂട്ടുകയും ചെയ്ത സാഹചര്യത്തിൽ ട്രെയിൻ യാത്രയെ ആശ്രയിക്കുന്നവർക്ക് ഈ മാറ്റം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. യാത്രക്കാർ നേരത്തെ പ്ലാൻ ചെയ്യണമെന്നും അധിക സമയം കണക്കാക്കി യാത്ര തിരിക്കണമെന്നും ട്രാൻസ്ലിങ്ക് നിർദ്ദേശിച്ചിട്ടുണ്ട്. മെൽബണിലെ വെറീബയിലുള്ള മൈൽസ്റ്റോൺസ് ഏർലി ലേണിംഗ് സെന്റർ 3 മാസത്തേക്ക് അടച്ചുപൂട്ടുവാൻ അധികൃതർ ഉത്തരവിട്ടു. കുട്ടികളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ സ്ഥാപനം ഗുരുതരമായ വീഴ്ച വരുത്തിയതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് വിക്ടോറിയൻ ഏർലി ചൈൽഡ്ഹുഡ് റെഗുലേറ്ററി അതോറിറ്റി കർശന നടപടി സ്വീകരിച്ചത്. ലൈംഗികാതിക്രമ കേസിൽ പ്രതിയായ ജോഷ്യ ബ്രൌൺ കുറച്ചുനാൾ ജോലി ചെയ്തിരുന്ന സ്ഥാപനം കൂടിയാണിത്. ചൈൽഡ് കെയർ വാച്ച് ഡോഗ് നടത്തിയ പരിശോധനയിൽ കുട്ടികൾക്ക് അപകടമുണ്ടാക്കുന്ന രീതിയിലുള്ള നിരവധി ക്രമക്കേടുകളാണ് ഇവിടെ കണ്ടെത്തിയത്. അഫിനിറ്റി എഡ്യൂക്കേഷൻ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ഈ സെന്ററിന് 90 ദിവസത്തെ സസ്പെൻഷനാണ് നൽകിയിരിക്കുന്നത്. എവിടെ ആയിരുന്നാലും ഓൺലൈനിൽ നമ്മൾ സാധനം ഉണ്ട്. അത് പഞ്ചായത്തിനായാലും ബ്രാഞ്ചൊക്കെയായാലും സർക്കാരാണെങ്കിലും മണിപ്പൂരിയാണെങ്കിൽ 2 3 ദിവസം സംഗതി എത്തിയിരുന്നു.
ഇപ്പം വിക്ടോറിയയിലെ എല്ലാ കടയിലും ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും മേടിക്കണം. മൊബൈൽ ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ നെറ്റ്വർക്ക് കവറേജിനെ കുറിച്ച് കൂടുതൽ വ്യക്തവും കൃത്യവുമായ വിവരങ്ങൾ ഉറപ്പാക്കുന്നതിനായി പുതിയ നിയമങ്ങളുമായി സർക്കാർ. ടെലികോം സേവനദാതാക്കൾ ഇനി മുതൽ കൂടുതൽ സുതാര്യവും കൃത്യവുമായ മൊബൈൽ കവറേജ് മാപ്പുകൾ പ്രസിദ്ധീകരിക്കേണ്ടി വരും. വാർത്താവിനിമയ കായിക വകുപ്പ് മന്ത്രി അനിക വെൽസ് ആണ് ഉപഭോക്താക്കൾക്ക് വലിയ ആശ്വാസമാകുന്ന ഈ സുപ്രധാന പ്രഖ്യാപനം നടത്തിയത്. ജൂൺ 30-നകം രാജ്യത്തെ എല്ലാ ടെലികോം കമ്പനികളും പുതിയ മാപ്പിംഗ് നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കേണ്ടതുണ്ട്. നിലവിൽ ടെലികോം കമ്പനികൾ നൽകുന്ന കവറേജ് മാപ്പുകളിലെ തെറ്റുകളും അവ്യക്തതകളും ഇതോടെ അവസാനിക്കും. കൂടാതെ പുതിയ മാറ്റങ്ങൾ വരുന്നതോടെ വ്യത്യസ്ത മൊബൈൽ നെറ്റ്വർക്ക് പ്രൊവൈഡർമാരുടെ കവറേജുകൾ തമ്മിൽ എളുപ്പത്തിൽ താരതമ്യം ചെയ്യുവാനും മികച്ചത് തെരഞ്ഞെടുക്കുവാനും ഉപഭോക്താക്കൾക്ക് ഇതുവഴി സാധിക്കും. ശൈത്യകാലത്തിന് മുന്നോടിയായി ഇൻഫ്ലുവൻസ കേസുകൾ കുതിനെ ഉയരുന്നു. 2026 ആദ്യ 3 മാസത്തിനുള്ളിൽ ഏകദേശം 24,800 കേസുകൾ റിപ്പോർട്ട് ചെയ്തതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ റെക്കോർഡ് മരണനിരക്കും ആശുപത്രികളിലെ തിരക്കും ആവർത്തിക്കാതിരിക്കാൻ ഉടൻ തന്നെ വാക്സിനേഷൻ എടുക്കണമെന്ന് റോയൽ ഓസ്ട്രേലിയൻ കോളേജ് ഓഫ് GPS ജനങ്ങളോട് ആവശ്യപ്പെട്ടു. 5,972 പേർക്ക് രോഗം ബാധിക്കുകയും 1,738 പേർ മരിക്കുകയും ചെയ്ത 2025 ചരിത്രത്തിലെ ഏറ്റവും മോശം ഫ്ലൂ വർഷമായിരുന്നു. അത് രോഗികളുടെ എണ്ണം വർദ്ധിച്ചത് ആശുപത്രികളുടെ പ്രവർത്തനത്തെയും ആംബുലൻസ് സേവനങ്ങളെയും സാരമായി ബാധിച്ചിരുന്നു. ഈ സാഹചര്യം ഒഴിവാക്കുവാൻ മാതാപിതാക്കളും സർക്കാരും അതീവ ജാഗ്രത പാലിക്കണമെന്ന് പ്രസിഡന്റ് ഡോക്ടർ മൈക്കൽ റൈറ്റ് മുന്നറിയിപ്പ് നൽകി. ഹോർമോസ് കടലിടുക്കിൽ ടോൾ ഏർപ്പെടുത്തുവാനുള്ള നിയമത്തിന്റെ അംഗീകാരം. ഇറാൻ പാർലമെന്റ് കമ്മിറ്റിയാണ് നിയമത്തിന് അംഗീകാരം നൽകിയത്. ഹോർമോസിന്റെ പരമാധികാരം ഇറാൻ എന്ന പാർലമെന്റ് വ്യക്തമാക്കി. കപ്പലുകളുടെ തീരുവ എത്രയായിരിക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പശ്ചിമേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷത്തിൽ US ഇസ്രായേൽ സഖ്യരാജ്യങ്ങളുടെ കപ്പലുകൾക്ക് കടലിടുക്കിലൂടെ കടക്കുവാൻ ഇറാൻ അനുമതി നൽകിയിട്ടില്ല. കടലിടുക്ക് കൈകാര്യം ചെയ്തതിനുള്ള നിയമപരമായ ചട്ടക്കൂട് സ്ഥാപിക്കുന്നതിന് ഒമാനുമായുള്ള സഹകരണവും പദ്ധതിയിൽ വിശദമാക്കുന്നുണ്ട്. കേരളത്തിൽ BJP സർക്കാർ രൂപീകരിക്കുമെന്ന് BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ. NDA അധികാരത്തിൽ വരും. കേരളത്തിൽ UDF-ഉം LDF-ഉം മുഖ്യ എതിരാളികൾ. ഒരു നാണയത്തിന്റെ ഇരുവശമാണ് അവർ എന്നും അദ്ദേഹം വിമർശിച്ചു. വമ്പൻ വാഗ്ദാനങ്ങളുമായി BJPയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രകടന പത്രിക പുറത്തിറക്കി. ഇതാണ് മാറ്റം, ഇതാണ് വികസിത കേരളം എന്ന തലവാചകത്തോടെയാണ് BJPയുടെ പ്രകടന പത്രിക പുറത്തിറക്കിയത്. കേരളത്തിൽ എയിംസ് യാഥാർത്ഥ്യമാക്കുമെന്നാണ് പ്രകടന പത്രികയിലെ പ്രധാന പ്രഖ്യാപനത്തിലൊന്ന്. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.